നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിനായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സമാധാനപരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി പൊരുതിക്കൊണ്ടിരിക്കുന്നത്. പൊരുതി എത്ര പൊരുതിയാലും മടുക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭൂമിയിൽ ഏതറ്റത്താണെങ്കിൽ പോലും നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ വ്യക്തി തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വ്യക്തി നിങ്ങളെ കാണുന്ന രീതി എന്ന് പറയുന്നത് വളരെ പ്യോർ ഇന്റൻഷനോട് കൂടിയാണ്. അതായത് വളരെ ശുദ്ധമായ മനസ്സോട് കൂടിയാണ്, ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വ്യക്തികളെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നു, മനസ്സിലാക്കിയെടുക്കുന്നു. ഇവിടെ പല സാഹചര്യങ്ങളും വളരെ രീതിയിൽ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും പോകാതെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകൾ ചെയ്തു പോയെങ്കിൽ അത് തിരുത്തുവാനും നിങ്ങളോട് മാപ്പ് പറഞ്ഞ് അപേക്ഷ നൽകുവാനും ഈ വ്യക്തി തയ്യാറാണ്. ഏറ്റവും ഭദ്രതയിലേക്ക് ഈ പ്രണയബന്ധം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ചട്ടങ്ങളിലേക്ക് പോകാൻ, അതായത് ഈ വ്യക്തിയുടെ ജീവിതം വളരെ നിയന്ത്രിതമാണ്. മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കുന്നു. നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചേ തീരൂ. എപ്പോഴാണോ യഥാർത്ഥ സ്വാതന്ത്ര്യം ഈ വ്യക്തിക്ക് ലഭിക്കുന്നത്, അപ്പോൾ മുതൽ തൊട്ട് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പുതിയ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും എടുക്കുവാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളെ സത്യസന്ധമായി തന്നെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഓരോ നിമിഷവും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് പോസിറ്റീവായി വന്നു ചേരുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ശത്രുക്കളുടെ സാന്നിധ്യം കാരണം ഈ വ്യക്തിക്ക് പരിപൂർണമായി പോസിറ്റീവായി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുറകിലേക്കും മുന്നിലേക്കും പോകുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം എന്താണോ, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ എന്താണോ, ആ അവസ്ഥയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നല്ലൊരു നിലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സ്വാതന്ത്ര്യം കൂടിയേ തീരൂ എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയുടെ പലതരത്തിലുള്ള ചട്ടക്കൂടുകളിൽ ഒതുങ്ങിക്കിടന്ന് കഴിയുകയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ അഭിപ്രായം പറയാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ആത്മീയതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ആത്മീയതയിൽ
ഈ വ്യക്തി സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നതായും സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതായും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും ഒരുപാട് ഇൻഫോർമേഷൻ, അതായത് വിശദാംശങ്ങൾ കിട്ടുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ എന്തു ചെയ്യുകയാണെന്നും ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഉള്ളതെന്നും ഈ വ്യക്തി അറിയുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഈ വ്യക്തി സ്വന്തം കാര്യത്തിൽ തന്നെ അഭിമാനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി അഭിമാനം കൊള്ളാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും സ്വന്തമായി തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും വലിയ പോരാളി എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയബന്ധത്തിൽ പുതിയ ഒരു തുടക്കം കുറിക്കുവാനും വെളിച്ചം കൊണ്ടുവരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ശത്രുക്കളുമായി നിരന്തരം ഈ വ്യക്തി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ പലതരത്തിലുള്ള അസ്ത്രങ്ങളെയെല്ലാം ചെറുത്തു നിർത്തിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളെ സേഫ് സോണിൽ വെച്ചുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയബന്ധത്തെയും നിങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വ്യക്തിക്ക് ചെയ്യാനായിട്ടുള്ളത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വ്യക്തിയുടെ സൈക്കിക് എബിലിറ്റി നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് മനസ്സിലേക്ക് വരുന്ന പല കാര്യങ്ങളും അത് സത്യമാവുകയും നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും മനസ്സിൽ വരികയും അത് സത്യമാണ് എന്നുള്ള രീതിയിൽ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രണയബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളുടെയും മുൻപുള്ള അവസ്ഥ, അതായത് മുൻകൂട്ടി അറിയാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യക്തി ആത്മീയപരമായിട്ടുള്ള ഉണർവിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം പോസിറ്റീവായി ഈ വ്യക്തിക്ക് അറിയാൻ സാധിക്കും. മുൻകൂട്ടി നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ വ്യക്തി പോലും അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നു ചേരും. അത് ഈ വ്യക്തി തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഈ ഒരു കഴിവ് നിങ്ങൾക്കും ഉണ്ടാകാം. അതുകൊണ്ട് ഈ പ്രണയബന്ധത്തിൽ സത്യത്തിൽ പ്രധാനമായിട്ടും തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെയും അവരുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വ്യക്തി അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെയോ സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി പരിപൂർണതയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ശത്രുക്കളെ തോൽപ്പിക്കുന്നതിന് തുല്യമാണ്. ശത്രുക്കളോട് അടങ്ങാത്ത പകയും ഈ വ്യക്തിക്കുണ്ട്. നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും താഴ്ത്തി പറയുകയും ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ശത്രുക്കളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശിയേറിയ പോരാട്ടം കൂടെ ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നു. ഇത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമാണെങ്കിൽ അത് മാറ്റിവെക്കുന്നു. ശാന്തമായ സ്വഭാവത്തിലേക്ക് വരുന്നു. മനസ്സു തുറന്ന് സംസാരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സറിയുവാൻ വേണ്ടി നിങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു. നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ വേണ്ടി നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ സന്ദർശിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. മനസ്സ് ആത്മീയതയിൽ എത്തിച്ചേർന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇത്തരം സ്ഥലങ്ങളിൽ, സ്പിരിച്വൽ സ്ഥലങ്ങളിൽ സന്ദർശിക്കുക എന്നുള്ളത്. ഇതൊക്കെയും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത്
നിങ്ങളുടെ സ്വഭാവ രീതി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയും ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വ്യക്തി പൊരുതി പൊരുതി സ്വാതന്ത്ര്യം നേടിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വായന നിർത്തുകയാണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു വായന. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.